السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മസ്ജിദിൽ മലക്കുകളുടെ സാന്നിധ്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ അവസരം ഇതാ ഇവിടെ തച്ചമ്പൊയിലിൽ പൂനൂരിനടുത്തുള്ള താമരശ്ശേരിയുടെ ഇടയിലുള്ള ഒരു മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഈ ഒരുമിച്ച് കൂടലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് ഈമാൻ കൊള്ളുക, സംസ്കരിക്കപ്പെടുക, മനസ്സിലെ മാലിന്യങ്ങൾ കഴുകിക്കളയുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. അതിനുതകുന്ന വിധത്തിൽ സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു എനിക്കും, അത് സ്വീകരിച്ച് ഇന്നലെ വരെ ജീവിതത്തിലുണ്ടായിരുന്ന തിന്മകളെ കഴുകിക്കളഞ്ഞ് ഞാൻ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവനാണല്ലോ, എന്തൊക്കെ തന്നെ ദുനിയാവിൽ ഞാൻ അറമാദിച്ചാലും സുഖിച്ചാലും സന്തോഷിച്ചാലും ഒരു വേള എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടുമല്ലോ, അത് എത്രമേൽ ഭയാനകരമായിരിക്കും എന്ന് ചിന്തിക്കാൻ ഒരു വേള ഇതൊക്കെ അവസരമായേക്കാം. അങ്ങനെ ആയിത്തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വഹാബികളുടെ, പൂർവികരുടെ, സച്ചരിതരുടെ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ പ്രബോധിത സമൂഹത്തിൻ്റെ ആദർശം എന്തായിരുന്നു, അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീവിത മാതൃക എന്താണ്, ഇതാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഒരേ ഒരു കാര്യം, വളരെ ശ്രദ്ധയുള്ളവർക്കല്ലാതെ, കേൾക്കുക മാത്രമല്ല അതിലേറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്കല്ലാതെ ഹിദായത്തില്ല എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഫയത്തബിയൂന അഹ്സനഹു, പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് ഉലൈക ഹുമുൽ അൽബാബ്, അവരാണ് ഹിദായത്ത് ലഭിക്കുന്നവർ, അവരാണ് ബുദ്ധിയുള്ളവർ. ഖുർആനിലെ 39-ാം അധ്യായം 17-18 വാചകങ്ങളിലാണ് അള്ളാഹു ഈ കാര്യം പറയുന്നത്.
അതുകൊണ്ട് കേൾക്കാൻ എല്ലാവർക്കും ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. നല്ല പ്രസംഗം എന്ന് അഭിപ്രായം പറയാനും നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചേക്കാം. പക്ഷെ അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുക എന്നതും അത് ജീവിതത്തിലുടനീളം ഇസ്തിഖാമത്തോടുകൂടി കൊണ്ടു നടക്കുക എന്നതും അസാധ്യമായ ഒരു കാര്യമായി തീർന്നിരിക്കുന്നു ആധുനിക ലോകത്ത്. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറയുന്നത്, സമയത്തിന്റെ പരിമിതി കൊണ്ട്, ആരായിരുന്നു സ്വഹാബിമാർ എന്നത് ആദ്യം അറിയണം. അവർ മുമ്പ് ആരായിരുന്നു, ശേഷം ആരായിരുന്നു? ഇതാണ് ആദ്യമായി നമുക്ക് പറയാനുള്ളത്. ഇരുണ്ട യുഗം, അന്ധകാര നിബിഡമായ അറേബ്യൻ സാഹചര്യം, കട്ടപിടിച്ച ജാഹിലിയത്ത്. ആരാണ് അള്ളാഹു? അവർക്കറിയാം. അള്ളാഹുവിന്റെ കുതിർത്തുകളെ അറിഞ്ഞവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സൃഷ്ടാവാണ്, മഴ ചൊരിയുന്നവനാണ്, വെള്ളം നൽകുന്നവനാണ് എന്നൊക്കെ അവർക്കറിയാം. കടലിൽ കപ്പൽ മുങ്ങുമ്പോൾ വിളിക്കേണ്ടത് പടച്ചോനെ മാത്രമാണ് എന്നതുവരെ ഉള്ള കാര്യങ്ങൾ അവർക്കറിയാം. അവിടെ വെച്ച് അവർ അള്ളാഹിനെ വിളിച്ചു. എങ്ങനെ? കാപട്യത്തോടുകൂടിയല്ല. അങ്ങനെയാണെങ്കിൽ അള്ള പറയാ കാപട്യത്തോടുകൂടി എന്നാണ്. നിഷ്കളങ്കരായി അവർ അള്ളാഹുവിനെ വിളിച്ചു. കാപട്യമില്ലാതെ വിളിച്ചു. ആരെ പറ്റിയാ പറയുന്നത്? അബൂജഹലിനെ പറ്റിയാ പറയുന്നത്, അബൂലഹബിനെ പറ്റിയാ പറയുന്നത്, ഇക്രമിനെ കുറിച്ചാ പറയുന്നത്, അബൂ സുഫിയാനെ കുറിച്ചാ പറയുന്നത്, ഖാലിദ് വലീദിനെ കുറിച്ചാ പറയുന്നത്. ഇനി അവരാരായിരുന്നു? ജാഫർ ബിൻ അബി താലിബ്, അലി ബിൻ അബി താലിബിന്റെ ബ്രദർ, സഹോദരൻ. നേഗസ് രാജാവിന്റെ കൊട്ടാരത്തിൽ 20 അംഗ പ്രതിനിധികൾ തൗഹീദ് സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹ് അതിനെ കുറിച്ച് പറയുന്നത്, വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുന അല്ലാഹ്. അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, പരിപാലകൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണവർ, നാട് കടത്തപ്പെട്ടവരാണവർ. ജനിച്ച നാടിനോടും മണ്ണിനോടുമുള്ള സകലമാന ആത്മവികാരങ്ങളെയും ഇറക്കി വെച്ചവരാണവർ. ഖുർആന്റെ 22-ാം അധ്യായം 39, 40, 41 വചനങ്ങളിൽ റഹ്മാനായ റബ്ബ് ഈ കാര്യം പറയും. ഒന്നുകൂടി, ആരാണ് സ്വഹാബിമാർ? അവർ വൈകാനു, അവരായിരുന്നു. അത് സഹാബികളെ കുറിച്ചാ പറയും. വൈകാനു, അവരായിരുന്നു. മിൻ ഖബ്ല ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടില്. എങ്ങനെ? ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേട്. തൗഹീദിനെ കുറിച്ച് അവർക്ക് കൃത്യമായി അറിയില്ല. എന്താണ് ഉലൂഹിയത്ത്, എന്താണ് അസ്മാഉ വസിഫാത്തിൽ പങ്കുചേർക്കൽ, എന്താണ് ഒന്നും അവർക്കറിയില്ല. റബ്ബിനെ അറിയാം, മഴ ചൊരിയുന്നത് അള്ളയാണെന്ന് അറിയാം. പക്ഷെ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, സൂറത്ത് അൻആം 93 മുതലുള്ള വചനം. അള്ളാഹിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല. ഒന്നുകൂടി സൂറത്ത് ജുമയുടെ 2-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 62-ാമത്തെ അധ്യായം സൂറത്ത് ജുമയിലെ 2-ാമത്തെ വചനത്തിൽ റഹ്മാനായ റബ്ബ് പറയുന്നത്, നിരക്ഷരരായിരുന്ന ഒരു ജനത, അക്ഷരജ്ഞാനമില്ലാത്ത ജനത. നേഗസ് രാജാവ് ജാഫർ ബിൻ അബി താലിബിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ വന്നത്? നിങ്ങൾ ആരാ? നിങ്ങളുടെ ദൗത്യം എന്താണ്? നിങ്ങളുടെ പ്രവാചകൻ എന്താ നിങ്ങളെ പഠിപ്പിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു, ഞങ്ങൾ ശിർക്കിന്റെ ആളുകളായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, പച്ചയായ അല്ലാഹുവിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു, അവന്റെ വഹദാനിയത്തിലേക്ക് ഞങ്ങൾ വന്നു. ഞങ്ങളുടെ ബുദ്ധിക്ക് പൂട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ചിന്തകൾക്ക് ഇടപ്പെട്ടിരുന്നു. പൗരോഹിത്യങ്ങളിൽ അവർ ഞങ്ങളുടെ മേൽ ചങ്ങലക്കെട്ടുകൾ ചുമത്തിയിരുന്നു. പക്ഷേ الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحرم عليهم الخبائث
വയഹല്ലു ലഹുമുത് തയ്യിബ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയളഹു അൻഹും മിസ്റഹും വല്ലഅലാലല്ലതി കാനത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂ വനസറൂ വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅ. 7-ാം അധ്യായം സൂറത്ത് ആറാഫ് 157. തൗറാത്തിലും ഇഞ്ചീലിലും പേര് പറയപ്പെട്ട ഒരു പ്രവാചകൻ. തൗറാത്തിലുണ്ടാ പേര്, ഇഞ്ചീലിലുണ്ടാ പേര് അഹമ്മദ്, വാഴ്ത്തപ്പെട്ടവൻ, മുൻഹമന്നൻ. ആ പേരുണ്ട്. പറാൽ പർവ്വതത്തിൽ വരുന്ന ആ പ്രവാചകൻ. ആ പ്രവാചകനെ കുറിച്ചാണ് എന്ന് കൃഷ്ണദ്വൈപായന വേദവ്യാസ ഭവിഷ്യത് പുരാണത്തിൽ കോറി. ആവർത്തന പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിൽ ആ പ്രവാചകന്റെ വരവിനെ കുറിച്ച് അക്ഷരങ്ങൾ കാണാൻ കഴിയും. ആ പ്രവാചകൻ എന്തേ? ആ പ്രവാചകന്റെ ദൗത്യം നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു, നല്ലതായതൊക്കെ അനുവദിച്ചു, ചീത്തയൊക്കെ വിലക്കി. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്താൽ ഇന്ന ദോഷമുണ്ട്, 2 ലോകത്തും, ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ദോഷമുണ്ട് എന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. പക്ഷെ നാം എത്ര കണ്ടാണ് അത് മുകളിലേക്കെടുക്കുന്നത് എന്നത് മറ്റൊരു വിഷയമാണ്. നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടോ എന്നതും ഓരോ വ്യക്തികളും ഒറ്റക്കിരുന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്, ആലോചിക്കേണ്ട കാര്യമാണ്. നേരത്തെ ഇവിടെ സൂറത്ത് മുഅ്മിനൂൻ ആ വചനത്തിലെ ഏതാനും സൂക്തങ്ങളാണ്. 60-നോടടുത്ത് 60-ന് ശേഷം വരുന്ന കുറഞ്ഞ വചനങ്ങൾ അതിലുണ്ട്. എല്ലാം അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്ന ആളുകൾ. ജാഫർ ബിൻ അബീ താലിബ് പറഞ്ഞു, ഞങ്ങൾ ശവന്തീനികളായിരുന്നു, ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു. ഞങ്ങൾ സ്ത്രീകളോട് അതിക്രമം കാണിച്ചിരുന്നു, ഞങ്ങൾ മദ്യപാനികളായിരുന്നു, ഞങ്ങൾ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു, ഞങ്ങളെല്ലാ നിലക്കുമുള്ള ഹറാമുകളിലായിരുന്നു. അടുത്ത വാചകം, അല്ലാഹു ഞങ്ങളിലേക്ക് ഒരു ദൂതനെ അയച്ചു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ വലാലിൻ മുബീൻ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം മിൻ അൻഫുസിഹിം. ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നു. അതേ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. 9-ാം അധ്യായം 128-ാമത്തെ വചനം, 62-ാം അധ്യായം 2-ാമത്തെ വചനം, 3-ാം അധ്യായം 164-ാമത്തെ വചനം, 2-ാം അധ്യായം 152-ാമത്തെ വചനം. ഞങ്ങളിലേക്ക് ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ യത്ലു അലൈഹിം, നേരത്തെ ഇവിടെ ഉനൈസ് നിർവഹിച്ചതുപോലെ ആയത്തുകൾ ഓതി തന്നു, ഹദീസുകൾ പഠിപ്പിച്ചു തന്നു. ഞങ്ങൾക്ക് സംസ്കാരം ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ സംസ്കരിക്കപ്പെട്ടു. ഞങ്ങൾ ഒറ്റക്കിരുന്നു, ഞങ്ങളുടെ രാത്രിയിൽ ഒറ്റക്കിരുന്ന് പടച്ചവനോട് കൈയുയർത്തി പ്രാർത്ഥിച്ചു. അർശിന്റെ തണലിന് ഞങ്ങൾ വിധേയരായി. രാത്രി കാനൂ ഖലീലൻ മിനൽ ലൈൽ മാ യഹ്ജഹൂൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. 51-ാം അധ്യായം 17-18 വചനങ്ങൾ. രാത്രിയിൽ വളരെ കുറച്ചുറങ്ങി. രാത്രിയുടെ അന്ത്യഘട്ടങ്ങളിൽ ഞങ്ങൾ നമസ്കരിച്ചു. ഞങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി. ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ റബ്ബിന്റെ മുമ്പിൽ ഞങ്ങൾ ഇറക്കി വെച്ചു. ജീവിതത്തിന് ലക്ഷ്യമുണ്ടായിരുന്നില്ല. ഞങ്ങൾ തിന്നും കുടിച്ചും ഇവിടെ ജീവിച്ചു. നാക്കാലികൾ തിന്നുന്ന പോലെ കുടിക്കുന്ന പോലെ. 40-ാം അധ്യായം 12-ാമത്തെ വചനം അല്ലെങ്കിൽ 7-ാമത്തെ വചനം. നാക്കാലികൾ തിന്നുന്ന പോലെ തിന്നും കുടിച്ചും ഭോഗിച്ചും രമിച്ചു. ധർമ്മബോധങ്ങളെ, ന്യായങ്ങളെ, അള്ളാഹു വെച്ച അതിർവരമ്പുകളെ, അള്ളാഹു വെച്ച അതിർവരമ്പുകളെ ലംഘിച്ചവരായിരുന്നു ഞങ്ങൾ. പിന്നീട് ഞങ്ങൾ പേടിച്ചു. ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ ഭയപ്പെട്ടു. ഇരുളിലും വെളിച്ചത്തിലും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കൽബിൽ പ്രതിഷ്ഠിച്ചു. എങ്ങോട്ട് നോക്കിയാലും ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കരീം. സൂറത്തുൽ മുൽക്ക്. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ ഗൈബിയായി, അദൃശ്യമായി പേടിച്ചു. ചുറ്റും കറുത്ത് തമോമയമായി മുറ്റുമിരവിതിൽ ഏകാകിയാണ് ഞാൻ. ചുറ്റും കറുത്ത് തമോമയമായി മുറ്റുമിരവിതിൽ ഏകാകിയാണ് ഞാൻ. എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, എന്റെ ഭർത്താവ് വിദേശത്താണ്, ഞാൻ എന്റെ ബെഡിൽ ഒറ്റക്കാണ്, ശീതീകരിച്ച റൂമിൽ ഞാൻ ഒറ്റക്കാണ്. പടച്ചവനെ, എനിക്ക് പിടിക്കാമായിരുന്നു. എന്റെ ശരീരത്തിന് ചൂടുണ്ട്, എനിക്ക് ദാഹമുണ്ട്, എനിക്ക് ലൈംഗികമായ തൃഷ്ണയുണ്ട്. ഞാൻ മാടി വിളിച്ചാൽ വരാൻ ഒരുപാട് പുരുഷന്മാരുണ്ട്. പക്ഷേ നാഥാ, ഞാൻ നിന്നെ ഭയപ്പെടുന്നത് കൊണ്ട്
ഞാൻ അവരെ വിളിക്കുന്നില്ല, കാരണം ഞാൻ നിന്നെ കണ്ടുമുട്ടും. അതെ, അതുകൊണ്ടാണ് 79 അധ്യായം 41-42 വചനങ്ങൾ. ഞങ്ങൾ അല്ലാഹുവിനെ പേടിച്ചു. സൂറത്ത് ജുമയിൽ വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന സൂറത്ത് ഖാഫിന്റെ അവസാന വചനം 110-ാമത്തെ വചനം. ആരും ഞങ്ങളെ കണ്ടില്ല, ആരും ഞങ്ങളെ അറിഞ്ഞില്ല, പക്ഷേ ഞങ്ങളെ അറിയുന്ന ഒരു റബ്ബിലേക്ക് ആ പ്രവാചകൻ ഞങ്ങളെ നയിച്ചു. കുടുംബ ബന്ധത്തിന്റെ മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നു. ആ കുടുംബ ബന്ധത്തിന്റെ മേന്മ ഞങ്ങൾ ആ പ്രവാചകനിൽ നിന്ന് പഠിച്ചു. കുടുംബ ബന്ധം മുറിക്കുന്നവർ നമ്മളിൽപ്പെട്ടവരല്ല എന്ന വാചകം ഞങ്ങൾ നബിയിൽ നിന്ന് ഓടിക്കേട്ടു. ഞങ്ങളെ മൂത്താപ്പയെ സമീപിച്ചു, ഞങ്ങൾ മാപ്പ് പറഞ്ഞു. അമ്മായിയുമായി പിണങ്ങി നിന്ന ഞങ്ങൾ, ഒരു ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി 40 വർഷത്തോളം യുദ്ധം ചെയ്തിരുന്ന ഞങ്ങൾ, സൂറത്ത് ഹുജറാത്ത് വളരെ മനോഹരമായ 9-10 വചനങ്ങൾ. ഞങ്ങൾ സഹോദരങ്ങളായി, ഞങ്ങളെ നരകത്തിന്റെ വക്കിലായിരുന്നു. ആ പ്രവാചകന്റെ വരവിന് ശേഷം ഞങ്ങൾ സഹോദരങ്ങളായി. ജീവിതത്തിൽ ഞങ്ങൾ കരഞ്ഞിരുന്നില്ല, പെൺകുട്ടികളെ കുഴിച്ചു കൂടിയപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നില്ല. പക്ഷേ 81-ാം അധ്യായം 9-10 വചനങ്ങൾ ഇറങ്ങിയപ്പോ ഞങ്ങളുടെ കണ്ണുകൾ ഇറങ്ങണിഞ്ഞു. ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയാ ഒഴുകി. ഞങ്ങൾ പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചു, അവര് കവിൾത്തടങ്ങളിൽ 1000 മുത്തങ്ങൾ സമർപ്പിച്ചു. ഞങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾ വളർത്തി. ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിച്ചു. ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് ഞങ്ങൾ വിദ്യാഭ്യാസം നൽകി. ഞങ്ങളുടെ പെൺകുട്ടികളെ നല്ല പുരുഷന്റെ കൈകളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു. ആ പുരുഷനെ അവരും വഞ്ചിച്ചിരുന്നില്ല, അവരെ പുരുഷനും വഞ്ചിച്ചിരുന്നില്ല. ജീവിതത്തിന്റെ നാനാമേഖലകളിലും പരിവർത്തനമായിരുന്നു ഞങ്ങൾക്ക്, മാറ്റമായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ ദേഹേച്ഛ കടിഞ്ഞാണില്ലാതെ പായുന്ന കുതിരകളെ പോലെ റോഡുകളിലൂടെ, നാടുകളിലൂടെ, ഇടവഴികളിലൂടെ, കള്ളുഷാപ്പിന്റെ നേരെ, വേശ്യാലയത്തിന്റെ നേരെ, ഞങ്ങൾക്ക് വഴങ്ങിത്തരുന്ന സ്ത്രീ പുരുഷന്റെ നേരെ ഞങ്ങൾ ചെന്ന് പാഞ്ഞു കയറി. അവിടങ്ങളിൽ നിന്നെല്ലാം അലം യഅനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫത്വാല അലൈഹിം ലമദ ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ. അല്ല, നിങ്ങൾക്ക് സമയമായില്ലേ? അല്ലാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ വായിക്കുന്നില്ലേ? ഖുർആനിന്റെ വചനങ്ങൾ വായിച്ചിട്ടും നിങ്ങൾക്ക് തിന്മ ചെയ്യാൻ തോന്നുകയാണ്. നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് ബേജാറില്ലേ നിങ്ങൾക്ക്? അതെ, നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ പോലെ ആയോ? കാലത്തിന്റെ ദൈർഘ്യം അവരുടെ ഹൃദയത്തെ കടുപ്പിച്ച് കളഞ്ഞു. വേദഗ്രന്ഥം നൽകപ്പെട്ടവരായിരുന്നു അവർ. 50-ാം അധ്യായം 16-ാമത്തെ വചനം. അവർക്ക് വേദം ലഭിച്ചിരുന്നു. അല്ലാഹു പറയാണ്, ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഫീഹാ ഹുദം വനൂർ. സൂറത്ത് മാഇദ 5-ാം അധ്യായം 44-ാമത്തെ വചനം. തീർച്ചയായും നാം അവർക്ക് തൗറാത്ത് നൽകി. ഫീഹാ, അതിലുണ്ടായിരുന്നു മാർഗദർശനം ഉണ്ടായിരുന്നു, അതിൽ പ്രകാശം ഉണ്ടായിരുന്നു. പക്ഷേ അവർ സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴച്ചു. സൂറത്ത് ബഖറ 44-ാമത്തെ വചനം. അവർക്ക് ഈ പ്രവാചകനെ ബോധിച്ചു. അവർ ഈ പ്രവാചകന്റെ മാർഗങ്ങളിലേക്ക് വന്നു. ഒറ്റയായും തെറ്റയായും അതിലേക്ക് കടന്നു വന്നു. ഖദീജത്തുൽ കുബ്രയുടെ മനസ്സിലേക്ക് ആകർഷിച്ചു. സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും സന്നദ്ധത കൊണ്ടും സ്നേഹം കൊണ്ടും നബി അവരെ സംരക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് അവർ പ്രവാചകനെ സഹായിച്ചു. പ്രവാചകന്റെ ഹൃദയത്തിൽ അവർ ആഴത്തിൽ ഇറങ്ങി. പ്രവാചകനെ ചുംബനം കൊണ്ട് പൊതിഞ്ഞു. പ്രവാചകൻ അക്ഷരാർത്ഥത്തിലെ പുതപ്പ് കൊണ്ട് പൊതിഞ്ഞു. സമ്മിലൂനി യാ ഖദീജ, അർത്ഥവത്തായ വാചകം. സ്നേഹത്തിന്റെ ഉന്നതമായ വലയത്തിൽ ഖദീജത്തുൽ കുബ്ര നബിയെ വാരിപ്പുണർന്നു. സമാധാനം നൽകി. ഭാര്യ അതാണ്, സമാധാനത്തിന്റെ കേന്ദ്രമാണ്, ശാന്തിയുടെ കേന്ദ്രമാണ്. അതെ, അതെ, അവളിലേക്ക് അവൻ സമാധാനമടയാണ്. അവൾ ആരാ? രാക്ഷസിയെ പോലെ ഭർത്താവിന്റെ മേലെ കയറേണ്ടവളാണോ? അവൾ ഭർത്താവിനോട് പിണങ്ങേണ്ടവളാണോ? അവൾ ഭർത്താവിനോട് മിണ്ടാതെ പോകേണ്ടവളാണോ?
ഖുർആൻ പഠിപ്പിക്കുക. ഇതെല്ലാം അവർ മനസ്സിലാക്കി. ആര്? എന്ന് പറഞ്ഞ സ്വഹാബത്ത് വ്യക്തമായ വഴികളിലായിരുന്നു. ആയിരുന്നു ആയിരുന്നു ആയിരുന്നു. ഇപ്പോഴോ? ഇപ്പല്ല. ഇപ്പവരാരാ? കുൻതും ഖൈറ ഉമ്മ, അവരൊരു ഉത്തമ സമുദായമാണ്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് വൽതകും മിൻകും ഉമ്മ يدعون إلى الخير وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഇതൊക്കെ അവരെ പറ്റി പറയും, സഹാബത്തിനെ പറ്റി പറയും. അവര് പിന്നീട് ഖൈറുൽ ഉമ്മത്ത്, മധ്യമ സമുദായം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എഴുതുന്ന ഒരു വാചകമുണ്ട് സഹാബത്തിനെ കുറിച്ച്. സഹാബത്തിനെ കുറിച്ച് തൗറാത്തിലുണ്ട്, സഹാബത്തിനെ കുറിച്ച് ഇഞ്ചീലിലുണ്ട്, സഹാബത്തിനെ കുറിച്ച് ഭവിഷ്യ പുരാണത്തിലുണ്ട്. സഹാബത്തിനെ കുറിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല ഹൃദയം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഹൃദയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. ലോകത്തിലെ ഏറ്റവും അലിവുള്ള ഹൃദയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. ലോകത്തെ ഏറ്റവും ശുദ്ധതയുള്ള ഹൃദയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. അതുകൊണ്ട് ആ നബിയെ ഞാൻ തിരഞ്ഞെടുത്തു. എന്നിട്ട് അല്ലാഹ് പറയാണ്, പിന്നീട് ഞാൻ ഒരു ജനതയെ നോക്കി, ഏറ്റവും നല്ല ഹൃദയം ഏത് നാട്ടുകാർക്കാണെന്ന് ഞാൻ നോക്കി. അങ്ങനെ ഞാൻ സ്വഹാബത്തിനെ തിരഞ്ഞെടുത്തു. ആ സ്വഹാബത്ത്, അവരെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. എന്താണ് അവരുടെ അഖീദ? സമയക്കുറവുകൊണ്ടും ചുരുക്കൽ. എന്താണ് അവരുടെ അഖീദ? നോക്കൂ, അലി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് ചുരുക്കി പറയട്ടോ, അഖീദ പറയണം. അലി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് റസൂൽ പറയാണ്, മക്കം ഫതഹിൽ ജൈത്രയാത്രയുടെ നിർണായകമായ ജാജ്വല്യമാനമായ യശോധബലമായ ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാർ തങ്ങളെ വിളിച്ചിട്ട്, അലി, പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറും കുത്തനെ നാട്ടി നിർത്തപ്പെട്ട ഒരൊറ്റ ബിംബവും ഈ ഭൂമുഖത്ത് അവശേഷിക്കരുത് അലി. എങ്ങനെ? ബിംബത്തെ തകർക്കുക മാത്രമല്ല, പൊന്തി നിൽക്കുന്ന ഖബർ. എന്തേ? പൊന്തി നിൽക്കുന്ന ഖബർ ഒന്നും തട്ടി നിരപ്പാക്കാതെ വിട്ടേക്കരുതേ. അല്ലേ? ഇന്നോ ഉയരാത്ത ഒരൊറ്റ ഖബറും ഉയർത്താതെ വിട്ടേക്കരുതേ എന്ന് അബൂബക്കർ, ആധുനിക അബൂബക്കർ. മനസ്സിലായോ? ആധുനിക അബൂബക്കറിന്റെ മുഖ്യമായ പരിപാടി എന്താണ്? പെരിച്ചായിൻ്റെതാണെങ്കിലും അവിടെ ഖബർ കെട്ടി ഉയർത്തി പെരിച്ചായി ഔലിയാന്നും പേരിട്ട് ആ പെരിച്ചായിനെ ആരാധിച്ച് ആ പെരിച്ചായിയുടെ ഖബറിൽ ഫണ്ട് കൊടുത്ത് ആ ഫണ്ട് ബാപ്പയും മോനും ഒന്നിച്ച് വിടുക എന്നുള്ളതാണ് ആധുനിക അബൂബക്കറിന്റെ പണി. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ച അഖീദ അതെന്തായിരുന്നു? ബിലാലിന്റെ നെഞ്ചത്ത് കല്ലേറ്റി വെച്ചു വിളിക്കാൻ പറഞ്ഞു, ലാത്തയെ ഉസ്സയെ വിളിക്കാൻ പറഞ്ഞു. ലാത്തയെന്ന് വിളിക്കൂ, ഉസ്സയെന്ന് വിളിക്കൂ. എന്നിട്ട് വിളിച്ചാ പോരെ? ഇലാഹല്ല എന്നുള്ള വിശ്വാസത്തിൽ അവരെ വിളിച്ച പ്രശ്നം തീർന്നില്ലേ? ഇലാഹല്ല എന്നുള്ള വിശ്വാസത്തിൽ അവരെ വിളിച്ച പ്രശ്നം തീർന്നില്ലേ? നെഞ്ചത്തെ കല്ലങ്ങോട്ട് മാറ്റൂലേ? മാറ്റൂ. പക്ഷേ അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. ആരാ പറയുന്നത്? ബിലാൽ റളിയല്ലാഹു. കാരണം അത്രയും കാലം ഔലിയാക്കളെ വിളിച്ച് അമ്പിയാക്കളെ വിളിച്ചവര് നബിയിലേക്ക് വിശ്വാസം വന്നിട്ട് പിന്നെ അതെന്നെ വിളിക്കേ. പിന്നെ ക്രിസ്തുമത്തിൽ എന്നാ പറയുമോ? കാരണം മുസ്ലിം ആയാല് അമ്പിയാക്കളില്ല, മുസ്ലിം ആയാൽ അമ്പിയാക്കളെ വിളിക്കുന്ന പരിപാടിയില്ല. പിന്നെ ലോക്കൽ ആൾക്കാരെ വിളിക്കുക, നിസ്കരിക്കാത്ത നോമ്പ് വിളിക്കാത്ത ആളുകളെ വിളിക്കുക. ഓലാണ് മുദബ്ബിറുൽ, ഇബ്രാഹിം നബി മുദബ്ബിറുൽ ആലമാണെന്ന് പ്രസംഗിച്ച നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ? ഇസ്മായിൽ അലൈഹിസ്സലാം മുദബ്ബിറുൽ ആലമാണെന്ന് പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൂദ് അലൈഹിസ്സലാം മുദബ്ബിറുൽ ആലമാണെന്ന് പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈസാ അലൈഹിസ്സലാം മുദബ്ബിറുൽ ആലമാണെന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്തല്ലാത്ത ആലോചിക്കാനാണ്, ചിന്തിക്കാനാണ്. നല്ലോണം ആലോചിച്ചോളി, നല്ലോണം ചിന്തിച്ചോളി. എന്തേ പറയട്ടെ? 35 കൊല്ലം മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ ചെവിക്ക് പഴുപ്പ് വന്നിട്ട് അതുപോലും മാറ്റാൻ പറ്റാത്ത പരിശുദ്ധ റമദാനിലെ നമ്മളൊക്കെ തിന്നുക കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. പക്ഷെ നോമ്പിന്റെ പകൽ നമ്മളാരും കുടിക്കാറില്ല. മൂപ്പര് നോമ്പിന്റെ പകല് പോലും ദേഹത്തിന്റെ ദാഹത്തെ പിടിച്ചു നിർത്താൻ കഴിവില്ലാത്ത ലോകലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരൻ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നോമ്പിൽ വെള്ളം കുടിക്കുമോ? പകല് കുടിക്കുമോ? ബിരിയാണി തിന്നോ? മൂപ്പര് ബിരിയാണി മാത്രമേ തിന്ന നോമ്പിന്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ?
വിശപ്പ് സഹിക്കാൻ ലോകത്ത് അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടികളിൽ വിശപ്പ് സഹിക്കാൻ ഒട്ടും കഴിവില്ലാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ചില ജീവികൾ പട്ടിണിയാണ് ചില പ്രത്യേകത്തിൽ അതിനുള്ള കഴിവ് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു ഇയാള്. അത് മനസ്സിലാകണമെങ്കിൽ അരിയാഹാരം കഴിച്ചിട്ട് തലച്ചോറ് വർക്ക് ചെയ്യണം. അപ്പൊ മനസ്സിലാവും. നോമ്പിന്റെ പകൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എനിക്കറിയില്ല. നോമ്പിന്റെ പകല് ദാഹിച്ചാ വെള്ളം കുടിക്കണം, വിശന്ന ബിരിയാണി കഴിക്കണം. അത്ര പോലും നോമ്പിന്റെ സമയത്ത് പിടിച്ചെത്താൻ പറ്റാത്ത മനുഷ്യനെ നമ്മൾ മുടപ്പിറില്ലാതെ കുടിക്കുന്നു. മൂത്ര ലോകം നിയമിക്കും. പട്ടിണി കിടക്കാൻ പറ്റാത്തൊരുത്തൻ. മനസ്സിലായില്ലേ? ഇന്നത്തെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ നബിയുടെ സ്വഹാബത്ത് നിങ്ങൾ ആലോചിച്ചു നോക്ക്. നബിയുടെ സ്വഹാബത്ത് ഒരിക്കൽ മാത്രം അന്നല്ലാത്തൊരു സൃഷ്ടിനെ ഒരു സഹാബി വിളിച്ചപ്പോ അന്ന് ആയത്തിറക്കുന്നുണ്ട്. സാരല്ല, മനസ്സിൽ ഈമാൻ ഉണ്ടായിരുന്നല്ലോ, പറ്റിപ്പോയതാണല്ലോ. എന്നാ അള്ളാഹോട് പറഞ്ഞാൽ പോലെ എന്ത് അള്ളാഹ് പുറമെ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ വിളിച്ചോണ്ട് വലിയ കുഴപ്പമുണ്ട് എന്നല്ല പറഞ്ഞ്. പറ്റിപ്പോയല്ലോ, സാരല്ല, ഇനി പറ്റാണ്ട് നിൽക്കണോ? അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് എന്താ? ഒരിക്കലും വിളിച്ചോ. അള്ളാനെ ഒഴിവാക്കി ഔലിയാക്കളെ വിളിച്ചാൽ മാത്രമേ അള്ള സ്വീകരിക്കുന്ന. അപ്പൊ പ്രസംഗിക്കുന്നത് നിങ്ങളൊരു ഔലിയാനെ വിട്ടിട്ട് അള്ളാനോട് മാത്രം ചോദിച്ചാൽ അള്ള സ്വീകരിക്കൂല. കേട്ടിട്ടില്ലേ? പ്രസംഗമൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇന്നത്തെ ലോകം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു വിഷയാവതരണം വെറുതെ ആകരുത് എന്നുകൊണ്ടാണ് പറയുന്നത്. കുറെ സുഖിപ്പിച്ച് വർത്താൻ പറഞ്ഞോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. നാട്ടുകാർ നല്ല അഭിപ്രായം പറയും, ഒരു പ്രശ്നമില്ലാതെ. പക്ഷേ സ്വഹാബത്തിന്റെ അഖീദ പറയുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലായിക്കൂടി അവർ അല്ലാഹനെ മാത്രം വിളിച്ച ആളുകളാണ്. എന്താ ഇത്? തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി നുമിദ്ദുക്കും ബിഹൽബി മിനൽ മലായികതി മുർദിഫീൻ. അല്ലാഹനോട് മാത്രം ദുആ ചെയ്യും. അല്ലാഹ് പറയാണ് 9-ാം അധ്യായം അല്ല 8-ാം അധ്യായം 9-ാമത്തെ വചനം സൂറത്ത് അൻഫാൽ. അതിൽ പറയും അല്ലാഹനോട് ഇസ്തിഗാസ നടത്തി. എന്തിന്? ബദർ യുദ്ധത്തിൽ ഞങ്ങൾ നശിപ്പിക്കപ്പെടരുതേ അല്ലാഹ്, ഞങ്ങൾ ജയിക്കണേ അല്ലാഹ്, ഞങ്ങൾ ജയിച്ചിട്ടില്ലെങ്കിൽ നിന്നെ മാത്രം വിളിച്ച് ദുആ ചെയ്യുന്നവർക്കിന് മുന്നിൽ ഉണ്ടാവില്ല. അത് പറഞ്ഞ ആളുകളുടെ പേരാ സ്വഹാബിമാര്. എന്നിട്ട് ആ ബദരീങ്ങളെയാണ് പിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ആലോചിച്ചു, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ റബ്ബിനെ മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞ ആ റബ്ബിനെ വിളിച്ചതിന്റെ പേരിൽ ബദറിനെ പറ്റി പറയുന്നത് തന്നെ അള്ളാഹ് പറഞ്ഞത് എന്തറിയോ? ഉദ്നലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. സൂറത്ത് ഹജ്ജിന്റെ 39-40 വരെ അതിൽ അള്ളാഹ് പറയുന്നത് അവരാക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവര് മദീനത്ത് എന്നിട്ടും അവരാക്രമിക്കപ്പെട്ടിരിക്കുന്നു. എന്തേ ആക്രമിക്കാൻ കാരണം? അള്ളാനെ മാത്രമേ അല്ല പറയുന്നു. അള്ളാന്റെ കൂടെ മരിച്ചുപോയ നബിമാരെ വിളിച്ചു എന്നല്ല, അള്ളാനെ മാത്രമേ വിളിക്കൂ. അതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടവരാണ്. മനസ്സിലായില്ലേ? അതാണ് സ്വഹാബത്തിന്റെ അഖീദ. അള്ളാനെ മാത്രം, അതിന്റെ പേരിൽ നാട് കടന്നു, അതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടു. അതായിരുന്നു അവരുടെ പ്രത്യേകത. ഇതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ട പോയത്. രണ്ടാമതായി മഹാനായ അബ്ദുല്ലാഹി മസ്ഊദിൽ നിന്ന് ഞാൻ ഓരോന്ന് ചുറ്റി പറയാം. അദ്ദേഹം ഒരു വീട്ടിലേക്ക് കയറിച്ചു. അപ്പൊ അവിടുത്തെ കുടുംബത്തിന്റെ ഒരു അംഗത്തിന്റെ കയ്യിൽ മന്ത്രിച്ചൂതിയ ചരട് കെട്ടിയിരുന്നു. സ്വഹാബത്തിന്റെ അഖീദ പറയാൻ പറഞ്ഞുകൊണ്ട് കേട്ടോ ഞാൻ പറയുന്നത്. കയ്യിലൊരു ചരട് കെട്ടി. സന്തോഷമല്ല അബ്ദുല്ലാഹി മസ്ഊദിന്റെ മുഖത്തുണ്ടായത്. അബ്ദുല്ലാഹി മസ്ഊദ് സ്വർഗം കിട്ടുന്ന ഉറപ്പുള്ള സ്വഹാബിയാണ്. അബ്ദുല്ലാഹി മസ്ഊദ് ചോദിച്ചു, നബീന്റെ കുടുംബത്തിൽ എന്തിനാ ശിർക്കിന്റെ ചരട്? നബീന്റെ കുടുംബത്തിന് എന്തിനാണ് ശിർക്കിന്റെ ചരട്? അപ്പൊ മന്ത്രിച്ചൂതി ചരടിട്ടുള്ള ശിർക്കാണ് എന്ന് അബ്ദുല്ലാഹി മസ്ഊദ് പറയും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ മുമ്പാണോ അബ്ദുല്ലാഹി മസ്ഊദ്? ആണോ? ആണല്ലേ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ശേഷമാണോ അബ്ദുല്ലാഹി മസ്ഊദ്? അല്ല. പിന്നെ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്. പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. പ്രകാശപൂരിതമായ ഒരു പാതയിൽ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയണം, وتفترق أمتي 73 ملة كلهم في النار إلا واحدة. 73 വിഭാഗമായ എന്റെ ഉമ്മത്ത് പിരിയുമ്പോൾ
അതിലൊരു വിഭാഗം മാത്രം സ്വർഗാവകാശികളായി തീരും. അപ്പൊ സഹാബത്ത് ചോദിച്ചു അവരാരാ? അപ്പൊ റസൂലുള്ളാഹി പറയാണ് മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും എങ്ങനെയാണോ ജീവിച്ചത്. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നത് ഒരാളെ കയ്യിൽ ചരട്. ഇനി നോക്കൂ, ഇതേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഒരു സ്ത്രീ തസ്ബീഹ് മാല ഉപയോഗിക്കുന്നു. ചെറിയ കല്ല് കയറിൽ കെട്ടിയിട്ടുള്ള തസ്ബീഹ് മാല, നൂല് കെട്ടിയിട്ടുള്ള തസ്ബീഹ് മാല ഒരു സ്ത്രീ ഉപയോഗിക്കുന്നു. അപ്പൊ സ്ത്രീയെ നേരിട്ട് തൊടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു വടി കൊണ്ട് അവരെ കൈക്കൊരു ഒറ്റടി വെച്ചു കൊടുക്കും. ആ തസ്ബീഹ് മാല തെറിച്ചട വീണിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിക്കുകയാണ്, ഇതെന്താ പരിപാടി? ഇങ്ങനെ വിരലോണ്ട് എണ്ണാൻ പഠിപ്പിച്ച മുത്തുനബി അന്നുണ്ടായിരുന്ന ഈ കല്ലും അന്നുണ്ടായിരുന്ന ഈ നൂലും എന്നിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അതാ സ്വഹാബിമാരെ വിദേഹത്ത് കണ്ടാ വെറുതെ തിന്നല്ലോ, മിണ്ടാതിരിക്കുന്നല്ലോ. ഓരെന്ത് വിചാരിക്കും, എന്ത് വിചാരിച്ചാൽ നാളെ മാൻസറ ഉറപ്പാണെങ്കിൽ, യാഥാർത്ഥ്യമാണെങ്കിൽ 23-ാം അധ്യായം 115-ാമത്തെ വചനമാണ്. ഈ ദുനിയാവിന് ശേഷം, ഈ ഇവിടെയുള്ള മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? നിങ്ങളുടെ ഈ ഭൂമിയിൽ നിന്നൊരു മഴ പെയ്യുമ്പോ ചെടികൾ മുളച്ചു വരുന്ന പോലെ അങ്ങനെ നിങ്ങൾ പുറത്തു വരും. അതിനെ നിങ്ങൾ നിഷേധിക്കാറോ? അതുകൊണ്ട് മരണാനന്തര ജീവിതം എന്നതുകൊണ്ട് തന്നെ തെറ്റ് തെറ്റായി കാണാനും ശരി ശരിയായി കാണാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതാണ് സ്വഹാബ. ജീവിതത്തിൽ ഈ സ്വഹാബിമാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് അത്ഭുതമാണ്. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതായത് നബിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ചിട്ടുള്ള ആളുകളാണ് സ്വഹാബത്ത്. സ്വഹാബത്തിന്റെ എന്തും തിരുത്തി കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മകൻ ജീവന് തുല്യമായിരുന്നു ഇബ്രാഹിം മരണം നടന്നപ്പോൾ 2 കയ്യിലും ഇബ്രാഹിമിനെ എടുത്തിട്ട് റസൂൽ പറഞ്ഞു, മോനെ ഇബ്രാഹിം, നിന്റെ മരണം എന്നിൽ അഗാധമായ വേദന ഉണ്ടാക്കുന്നുണ്ട്. മോനെ ഇബ്രാഹിം, നിന്റെ മരണം ഈ ഉപ്പയിൽ അഗാധമായ വേദന ഉണ്ടാക്കുന്നുണ്ട് മോനെ. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും വാപ്പ നീ മരിച്ചു എന്നുള്ളൂ പറയില്ലട്ടോ മോനെ. വാപ്പാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്, വാപ്പാന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്, വാപ്പാന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നുണ്ട് മോനെ. പക്ഷെ എന്റെ നാവിലൂടെ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തതൊന്നും ഞാൻ പറയില്ലട്ടോ. എന്തൊരു ഇടങ്ങറായി, 6 മക്കൾ മരിച്ചുപോയല്ലോ എന്ന് ഞാൻ പറയില്ല മോനെ. എന്റെ 1, 2, 3, 4, 5, 6 കുട്ടികളെ നീ മരിപ്പിച്ചല്ലോ റബ്ബേ. ശത്രുക്കളെ പറയുന്ന പോലെ ഞാൻ വാളറ്റവനായല്ലോ എന്ന വാക്ക് ഞാൻ പറയില്ല മോനെ. ഞാൻ അത്രയും വലിയ അള്ളാഹു വിശ്വാസമുള്ളവനാണ് മോനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് കേട്ട് വളർന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു, വരി ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജ് പഠിക്കണം, ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടിയില്ലെന്ന് വരാം. റസൂൽ പറയാൻ, ഈ വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടിയില്ലെന്ന് വരാം. അത് പറഞ്ഞപ്പോൾ ഒരു പൊട്ടല. അബൂബക്കർ സിദ്ദീഖിന്റെ തൊണ്ടയിൽ നിന്ന് ഹറഹറാന്നൊരു ശബ്ദം. ഉമർ ഇബ്നുൽ ഖത്താബ് തലതായി, ഇബ്നു അബ്ബാസ് ഗദ്ഗദകണ്ഠനായി. എന്താ കാരണം? ഹബീബായ റസൂലുള്ള വിട പറയുകയാണ്, ലോകത്തോട് വിട പറയുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഇറങ്ങി. സഹാബികൾ രൂപപ്പെട്ടു, ലക്ഷക്കണക്കിന് സഹാബിമാർ നബിയുടെ ചുറ്റിലും. വല്ലാത്തൊരു അനുഭൂതി. ആ സഹാബത്ത് നബിയോട് ചോദിക്കണം, നബിയെ, ഞങ്ങളിൽ ചിലർ ഇന്നഥവാ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ? സ്വർഗത്തിലെത്താൻ പറ്റുമോ? റസൂലുള്ള സൂറത്ത് നിസായിൽ 69-ാമത്തെ വചനം ഓതിക്കൊടുത്തു. എന്തായിരുന്നു വചനം? അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് സഹാബത്തിന്റെ വലിയൊരു പ്രത്യേകത എന്തായിരുന്നു? നബിയെ ധിക്കരിക്കാത്തവരെ. ഒരു ഉദാഹരണം, സൂറത്ത് ഗുജറാത്ത് ഇറങ്ങി, അപ്പൊ ഒരു സ്വഹാബി പള്ളിയിൽ വരവ് നിർത്തി. ഒരു അധ്യായം ഇറങ്ങിയപ്പോ പള്ളിയിൽ വരവ് നിർത്തി. അതിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം ഇറങ്ങിയപ്പോ ഒരു സ്വഹാബി, അതുപോലെ പള്ളിയിൽ വന്ന മനുഷ്യൻ പള്ളിയിൽ വരവ് നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണാതിരുന്ന പാവം വിട്ടു. സാബിത്തിനെ കാണുന്നില്ലല്ലോ, സാബിത്ത് റളിയല്ലാഹുവിനെ കാണുന്നില്ലല്ലോ, പോയി നോക്കിക്കോളി. സാബിത്ത് റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്നപ്പോ വീടിന്റെ ഡോറ് പിറകുന്ന്
ആണിയടിച്ച് കൂട്ടിയിരിക്കും. ഒരാൾക്ക് തുറക്കാൻ പറ്റാത്ത വിധം ആണിയടിച്ച് കൂട്ടിയിരിക്കുന്നു. ഒരു സ്വഹാബിയിൽ ഇസ്ലാം ഉണ്ടാക്കുന്ന മാറ്റത്തെ കുറിച്ച് അറിയുന്നത് ആരായിരുന്നു? സ്വഹാബിമാർ. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ അനുചരൻ, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആ സ്വഹാബി വാതിലെ ആണി വെച്ച് കുത്തിയടിച്ചു. എന്താ? ഒരായത്തിറങ്ങിയിട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. ആയത്തിന്റെ അർത്ഥം മനസ്സിലായപ്പോ സഹിക്കാൻ പറ്റിയില്ല. ആയത്തിന്റെ അർത്ഥം എന്തായിരുന്നു? ആയത്തിന്റെ അർത്ഥം ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൽ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ കൂടുതൽ സത്യവിശ്വാസികളെ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. അതിനെന്തിനാ മൂപ്പര് വാതിൽ അടിച്ചു വെച്ചിട്ട്? സാബിത്തുള്ളാന്റെ ശബ്ദം വളരെ കൂടുതലായി. അദ്ദേഹം വിചാരിച്ചു നബിയേക്കാൾ ശബ്ദം ഉയർത്തിയതിന്റെ പേരിൽ അള്ളാഹുവിനെ വിമർശിക്കുകയാണ്, എന്റെ പരലോകം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാർത്ത പറയും, സാബിത്തിനോട് വരാൻ പറയൂ, സാബിത്ത് സ്വർഗാവകാശിയാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നബിയുടെ നാവ് കൊണ്ട് ഇന്നാണ് സ്വർഗത്തിലാന്ന് പറയും. അവരായിരുന്നു സ്വഹാബി. മുഹാജിറുകളും അൻസാറുകളും. ഈ സ്വഹാബിമാരെ പറ്റി പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു. സാമാന്യമായ സ്നേഹമുണ്ട്. അവർ പരസ്പരം ചതിച്ചിരുന്നില്ല, വഞ്ചിച്ചിരുന്നില്ല. ഈ സ്വഹാബിമാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹാജിറുകൾ വന്നു. അപ്പൊ എന്റെ അൻസാറുകൾ ഒരുങ്ങി നിൽക്കുകയാണ്. അൻസാറുകൾ ഒരുങ്ങി. എങ്ങനെ ഒരുങ്ങിയത്? ആ ഒരുക്കത്തെ പറ്റി പോലെ അള്ളാഹ് പറയുന്നത് സൂറത്ത് ഹശറിൽ 9-10 വചനങ്ങൾ. രണ്ട് ഭാര്യമാരുള്ള ആളുകൾ, ഭാര്യനെ ത്വലാഖെല്ലിയിട്ട്, തന്റെ പ്രിയപ്പെട്ട ഭാര്യനെ ത്വലാഖെല്ലിയിട്ട് മുഹാജിറിന് കെട്ടിച്ചു കൊടുത്തിരുന്നു. അവര് തന്റെ 2 കട ഉണ്ടെങ്കിൽ ഒരു കട അത് കൊടുത്തിരുന്നു. 10 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ 5 സെന്റ് ഭൂമി കൊടുത്തിരുന്നു. ഒരു റൂമുള്ളവൻ ഒരു കട്ടൻ വെച്ച് മറച്ചിട്ട് ഒരു റൂമിന്റെ പാതി മുഹാജിറിന് കൊടുത്തിരുന്നു. അതിനെപ്പറ്റി അള്ളാഹ് പറയുന്നത് എന്തറിയോ? യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തെക്കാളും അവർ മറ്റുള്ളവരുടെ പ്രയാസത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്തി. സഹാബികളെ പഠിക്കുമ്പോൾ, സഹാബികളുടെ ജീവിതം മാതൃകയാക്കുമ്പോൾ യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത്, നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചിട്ട് നിസ്കരിക്കാൻ എളുപ്പം, അവർ പൈസയും വേണ്ട, സക്കാത്ത് കൊടുക്കാൻ പൈസ കിട്ടണം, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിന്റെ പേരാണ് സദക്ക. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി, പള്ളിയില് വെള്ളിയാഴ്ച ഖുത്ബ കഴിഞ്ഞിട്ട് ആ ഖുത്ബക്ക് പിരിക്കുമ്പോൾ ഏറിപ്പോയാൽ 1500 രൂപ ഉണ്ടാകുക നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ. എന്താ കാരണം? ഈ 1500 10ന്റെ നോട്ട് എത്ര എണ്ണം ഉണ്ടാവും? 50ന്റെ നോട്ട്, 20ന്റെ നോട്ടൊക്കെ എത്ര ഉണ്ടാവും? ഈ 10ന്റെ നോട്ട് ഇട്ടതാരാ? 1000 രൂപയ്ക്ക് അയക്കോറ വാങ്ങുന്ന ആചാരിട്ടതാണ് 10 രൂപ. മാർക്കറ്റിൽ പോയിട്ട് 1000 രൂപയ്ക്ക് അയക്കോറ വാങ്ങുന്ന ആളാണ് പള്ളിയിൽ കണ്ടിട്ട് 10 രൂപയ്ക്ക്. ഞാൻ പറയുന്നത് 40 കൊല്ലത്തിന്റെ ഇടക്ക് 10 രൂപ കൊടുക്കുക എന്നുള്ളതിൽ മനസ്സ് വികസിച്ചിട്ടില്ല. 40 കൊല്ലത്തിന് ശേഷം 40 കൊല്ലം മുമ്പ് വാങ്ങിയ സാധനത്തിന് 10ന്റെ 10,000 ഇരട്ടി അതൊന്നും വാങ്ങണ്ട്. പക്ഷെ ഓന്റെ മനസ്സുകൊണ്ട് എന്തായിട്ടില്ല 10 രൂപ അവൻ കൊടുത്തിട്ടല്ലേ പോരന്റെ ഒരു ഭാഗം അള്ളാന്റെ മാർഗത്ത് കൊടുക്കുന്നത്. അതാ യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തു. എന്റെ വേദനയേക്കാൾ അവരെന്റെ വേദന, കണ്ണീര് കുടിക്കുന്ന ഒരു കുടുംബിനിയുടെ വേദന, കഷ്ടപ്പാടുള്ള ഒരു കുടുംബിനിയുടെ വേദന, കടബാധ്യത മൂത്ത് ജീവിതത്തിന്റെ പലർക്കും സമർപ്പിക്കേണ്ടി വരുന്ന ഒരു സഹോദരിയുടെ വേദന. യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തെക്കാളും അവർ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകി. പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു. യുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബി മിസ്കീനൻ വയതീമൻ വഅസീറ. മഹാനായ സഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് 700 ഒട്ടകപ്പുറത്ത് സാധനം വന്നു മദീനയിൽ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങളെപ്പോലത്തെ ധനാഢ്യര് സ്വർഗത്ത് പോകാൻ കുറച്ച് പാടാണ്, വളരെ നിരങ്ങിയിട്ടാണ് സ്വർഗത്ത് പോവുക, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് സ്വർഗത്ത് പോവുക. ഇത് കേട്ട മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കേട്ടോ, നിങ്ങള്
700 ഒട്ടകപ്പുറത്ത് മദീനയിലെ മാർക്കറ്റ് കച്ചവടം ചെയ്ത് പൈസ കയ്യിൽ ലാഭം പിടിക്കാൻ വേണ്ടി വന്നതാ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അതിന്റെ മെയിൻ ആളുണ്ടാകില്ല, ഏതൊരു കച്ചവടത്തെ നയിക്കുന്നു, അവരോട് പറഞ്ഞു ഈ പ്രാവശ്യത്തെ കച്ചവടം 700 ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ വസ്തുക്കളും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തിരിക്കുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് എന്നുള്ള പേരുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. സിദ്ദീഖ് എന്നുള്ള പേരുണ്ടായത് എപ്പോഴറിയോ? നബിയെ തൊണ്ട തൊടാതെ വിഴുങ്ങിയപ്പോ. ഇന്ന് നബിയെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ വലിയ പാടാ. ഖുർആനിലുള്ള സ്വീകരിക്കുക, ഹദീസിലുള്ള സ്വീകരിക്കുക, നബീനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഞങ്ങൾക്ക് കുറച്ച് പ്രയാസമുണ്ട്. ആധുനിക ലോകാണ്, ആധുനിക ലോകാണ്. സമീന വഅസൈന, കേട്ടു ധിക്കരിച്ചു. അബൂബക്കർ സിദ്ദീഖിനെ വഴിമധ്യത്തിൽ വെച്ച് ഖുറൈശികൾ വലിയ സന്തോഷം പിടിച്ചിരുത്തി. അബൂബക്കർ നിനക്കറിഞ്ഞൂടെ, മക്കയിൽ ബൈത്തുൽ മുഖദ്ദസ് പോയി തിരിച്ചു വരണേ 2 മാസം വഴിദൂരണ്ട്. മക്കയിൽ പോയിട്ട് ബൈത്തുൽ മുഖദ്ദസ് പോയി എന്നല്ല അബൂബക്കറെ, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശം കടന്ന് അങ്ങ് അള്ളാഹുവിന്റെ അടുത്ത് പോയി എന്നാണ് പറയുന്നത്. അവിടെ ചെന്നു. അബൂബക്കറെ, നിന്റെ കൂട്ടുകാരന് വട്ടല്ലേ അബൂബക്കറെ? നമ്മൾ ഇന്നത്തെ കാലത്ത് യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, അതുപോലെ CH മുസ്തഫയെ പോലെയുള്ള ആളുകൾ, ചേകന്നൂരികൾ, അതിനെ പിൻപറ്റിയവർ സലഫികളാണെന്ന് സ്വയം വിളിക്കുകയും എല്ലാവിധ മുഅ്തസിലി ചിന്തകൾ കൽബിൽ കയറ്റിവെക്കുകയും ചെയ്യുന്നവർ, അവരറിയണം അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നത്, അങ്ങനെ പറഞ്ഞില്ലേ? അബൂബക്കറെ അങ്ങനെ പറഞ്ഞു. ആണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ചുണ്ടിനിടയിലെ നാവ് കൊണ്ട് നബി പറയുന്നത് നിങ്ങൾ കേട്ടോ? കേട്ടു. ഞങ്ങൾക്കൊരു കാര്യം കാണോ, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ പേരാ ഈമാൻ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ അവിടെ പോയത്. സ്വർഗത്തിന്റെ 8 വാതിലിലൂടെ കടന്നു പോയത്. അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് വന്ന അതുകൊണ്ടാണ്. ഈ അബൂബക്കർ സിദ്ദീഖിനെ തോൽപ്പിക്കാൻ, ശരിക്കും ചിന്തിച്ചോളൂ, ഈ അബൂബക്കർ സിദ്ദീഖിനെ തോൽപ്പിക്കാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ ആഗ്രഹമായിരുന്നു. എങ്ങനെ തോൽപ്പിക്കാൻ? അദ്ദേഹം ധനം അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നു, കൂടുതൽ കൊടുത്തിട്ട് അബൂബക്കറിനേക്കാൾ അള്ളാന്റെ അടുത്ത് പുണ്യം നേടാൻ ഉമർ ഇബ്നു ഖത്താബിന്. അങ്ങനെ 2 പേരും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു സ്വത്തുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറയാണ്, ഈ പ്രാവശ്യം ഞാനാ ജയിക്കുക. കാരണം അബൂബക്കർ സിദ്ദീഖിന്റെ സ്വത്തിനേക്കാൾ കൂടുതലുള്ളത് ഇന്റേതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമറെ എന്താ കൊണ്ടുവന്നത്? അള്ളാഹുവിന്റെ റസൂൽ, എന്റെ സ്വത്തിന്റെ 50 പാതി ഞാൻ അള്ളാന്റെ മാർഗത്തിൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ നെല്ല് ഇങ്ങനെ നിൽക്കുകയാണ് ഉമർ ഇബ്നു ഖത്താബ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനോട് എന്ത് കൊണ്ടുവന്നത്? അള്ളാഹു എനിക്ക് തന്ന സമ്പത്ത് മുഴുവനും ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ല, കുടുംബത്തിന് വേണ്ടി ഒന്നും ബാക്കിയാക്കിയില്ലേ? അവർ അള്ളാഹുവിനെയും റസൂലിനെയും ബാക്കിയാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ വലുത് എന്താ കുടുംബത്തിന്? അള്ളാഹുവിനെയും റസൂലും ബാക്കി, അത് മതി. അപ്പോ ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, ഇല്ല അബൂബക്കറെ, നിങ്ങളെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ആ സൂറത്ത് റഅദിലെ 22 ശേഷം അബൂബക്കർ സിദ്ദീഖിനെ തഫ്സീറിൽ കാണാം. മലക്കുകൾ നിൽക്കുകയാണ്. മലക്കുകൾ നിന്നിട്ട് പറയാണ്, യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്, യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്. സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളിലൂടെ അബൂബക്കർ സിദ്ദീഖ് കടന്നു പോകും. ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്, ദിക്ർ ചെല്ലുന്ന പെണ്ണ്, ഇസ്തിഗ്ഫാർ നടത്തുന്ന പെണ്ണ്, കറക്റ്റ് ടൈമിൽ നിസ്കരിക്കുന്ന പെണ്ണ്, അതുപോലെ തന്നെ സദഖ ചെയ്യുന്ന പെണ്ണ് സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകും. മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്ക്, മഹാനായ വലിയ സ്വഹാബിമാരിൽ ഒരാളായിരുന്നു അബൂ ദുജാന റളിയല്ലാഹു തആല. ഈ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സുബഹിസ്കരിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. സുബഹിസ്കരിച്ച് പെട്ടെന്ന് എസ്കേപ്പ് ആവും. അപ്പൊ കുറച്ച് ദിവസം അങ്ങനെ പോയപ്പോ ആളുകൾ പിടിച്ചു നിർത്തി. അബൂ ദുജാന പള്ളിയിൽ നിന്ന് സലാം വിട്ട് ദിക്ർ പോലും ഇല്ലാതെ, ദുആ ഇല്ലാതെ, അവിടെ ഇന്നുകൊണ്ട് ദിക്ർ ചെല്ലാതെ നിങ്ങൾ അങ്ങോട്ടാ സ്പീഡ് പോണത് എന്ന് ഞാൻ ഈ പറയുന്ന വാചകം ശരിക്കും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ എങ്ങോട്ടാ പോണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതോ ഞാൻ ഈ സുബഹി നിസ്കാരമൊക്കെ നിസ്കരിച്ച് പള്ളിയിൽ ഇരുന്ന് ദിക്റും ദുആയൊക്കെ ചൊല്ലി വീട്ടിലെത്തുമ്പോൾ എൻ്റെ ചെറിയ മക്കൾ എഴുതി. അപ്പം എൻ്റെ മുറ്റത്ത് അപ്പുറത്തുള്ള വീട്ടുകാരുടെ ഈത്തപ്പഴം എൻ്റെ മുറ്റത്ത് വീഴുന്നുണ്ട്. എൻ്റെ മക്കളെടുത്ത് ആ ഈത്തപ്പഴം തിന്നാൽ ഹറാമിന്റെ ഭക്ഷണം എൻ്റെ മക്കൾ തിന്നില്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ, നമ്മുടെ മക്കള് നഴ്സറി കുട്ടികൾ, അവരെ ബാഗിൽ നമ്മൾ വാങ്ങിക്കൊടുക്കാത്ത പെൻസിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തേ വിചാരിക്കുള്ളൂ? നമ്മൾ വിചാരിക്കുന്ന കുട്ടികളല്ലേ. ഇവിടെ നോക്കൂ, സ്വന്തം മക്കള് അന്യന്റെ ഒരു ഈത്തപ്പഴം എടുക്കാതിരിക്കേണ്ട ജാഗ്രത പുലർത്തിയ ആളുകളെ കുറിച്ചാണ്. അവരാണ് സഹാബി, അവരെ കുറിച്ചാണ്. നിങ്ങൾ നോക്ക്, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം, ഞാൻ അവസാനിപ്പിക്കണം. 35-നാണ് നമ്മുടെ ജമാഅത്ത്. അതിന്റെ ഒരു മിനിറ്റ് മുമ്പ് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഇങ്ങനെ വന്നു പറഞ്ഞു, യാ അബ്ദുല്ലാ ഇർഫ ഇസാറക യാ അബ്ദുല്ലാ
അബ്ദുള്ള നിന്റെ ഡ്രസ്സ് ഒന്ന് കയറ്റി കൊടുക്കുക അബ്ദുള്ള. അപ്പൊ അദ്ദേഹം അല്പം കയറ്റി കൊടുത്തു. അപ്പൊ നബി പറഞ്ഞു വീണ്ടും കയറ്റി. അപ്പൊ അദ്ദേഹം കയറ്റി വീണ്ടും കയറ്റി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നബി ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ എത്രയാണെന്ന് അതിന്റെ അളവ് പറഞ്ഞു. അപ്പൊ നബി ഇങ്ങോട്ട് നോക്കി കിട്ടുമോ? ഇവിടെ നോക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ ഇത് കാൽമുട്ട്, ഇത് നെരിയാണി. അങ്ങനെ വിചാരിക്കുക ഇത് കാൽമുട്ട്, ഇത് നെരിയാണി. അപ്പൊ എവിടെയാ വരേണ്ടത്? ഇവിടെ മധ്യത്തില്. നരിയാണിയോ? നരിയാണിന്റെ അടുത്തോ? അത് ഇളവാണ്, നിയമല്ല. അത് ഇളവാണ്. നിയമം എന്താണ്? കാൽമുട്ടിന്റെയും നരിയാണിയുടെ ഇടയിൽ മധ്യത്തിൽ. ഇതാണ് നിയമം. അപ്പം നരിയാന്റെ തൊട്ടടുത്തോ? അത് ഇളവാണ്. മനസ്സിലായോ? അത് ഇളവാണ് നൽകുന്നത്. അപ്പൊ ഇത് വളരെ ഗൗരവപ്പെട്ടാണ്. അവർ പിന്നീട് ചരിത്രം പറയാണ്, പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ആ ഡ്രസ്സ് ആ മദ്യത്തിൽ നിന്ന് പിന്നീട് ഇറങ്ങിയിട്ടേ ഇല്ല. മറ്റൊരിക്കൽ റസൂൽ പറയാണ്, അബ്ദുള്ള എത്ര വലിയ അനുഗ്രഹീതനാണ്. എന്നിട്ട് റസൂൽ പറയാണ്, രാത്രി നിസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അബ്ദുള്ള നല്ല മനുഷ്യനാണ്, പക്ഷെ രാത്രി നിസ്കാരം ഇല്ല. അവിടെ ഒരു ശൈലിയുണ്ട്. എന്തുണ്ടായിട്ടും രാത്രി നിസ്കരിക്കുന്നില്ല എന്നല്ല പറയുന്നത്. അബ്ദുള്ള നല്ല അനുഗ്രഹം കിട്ടിയതാണ്, രാത്രി നിസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. എന്നിട്ട് ചരിത്രം പറയണം, പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും രാത്രി നിസ്കരിക്കാതിരുന്നിട്ടില്ല. അനസ് റളിയല്ലാഹു ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു, സുബൈക്ക് മരിക്കുന്നവരെ കരഞ്ഞു. മരിക്കുന്നവരെ അല്ലെ? ആലോചിച്ച് നോക്കിയേ. സ്വഹാബത്ത് എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ടാണ് ആ സ്വഹാബിമാരെ പറ്റി അല്ലാഹു പറഞ്ഞത്, അവരുടെ മാർഗമല്ലാത്തൊരു മാർഗം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളെ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും, നിങ്ങളുടെ വാസസ്ഥലം നരകമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കി പറഞ്ഞു മാത്രം. ഇതൊന്നും നിങ്ങൾക്ക് അറിയാലോ, ഓരോ സ്വഹാബിയുടെ ജീവിതം പറഞ്ഞ 1.5 മണിക്കൂർ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വഹാബിമാരുടെ ജീവിതത്തിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു 8 പരമ്പരയായിട്ട് ഞാൻ ബാംഗ്ലൂർ അവതരിപ്പിച്ച് യൂട്യൂബിലുണ്ട്. സ്വഹാബിമാർ, നബിയും സ്വഹാബിമാരും. അന്ന് അവതരിപ്പിച്ച പോലെ പിന്നീട് ഒരിക്കലും അവതരിപ്പിച്ചിട്ടില്ല. കാരണം അന്ന് അത്രയും പ്രിപ്പയർഡായി ഓരോ സ്വഹാബിമാരുടെയും ജീവിതം ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അത് അവൈലബിൾ ആണോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ അതിലുണ്ട്, അത് കംപ്ലീറ്റ് ഓരോ സ്വഹാബിമാരുടെയും സെപ്പറേറ്റ്. ശരിക്കും 4 വെള്ളിയാഴ്ച, ഒരു വെള്ളിയാഴ്ച ഓരോ സ്വഹാബിമാരെ കുറിച്ചാണ് നടത്തുന്നുണ്ടെങ്കിൽ വലിയ മാറ്റം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. അത് ഖത്തീബുമാരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു വലിയ കാര്യമൊക്കെ എടുക്കാം. അതുകൊണ്ട് തന്നെ ഈ സ്വഹാബിമാർ എന്തും നോക്കിയിരുന്നത് അള്ളാഹുവിൻ്റെ, കാരണം അവര് റസൂലിനെ അനുസരിക്കുന്നതിലൂടെയാണ് സ്വർഗം എന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത മാതൃകകൾ, അവരുടെ ജീവിത ശൈലികൾ, അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ പ്രമാണത്തോടുള്ളവരുടെ സമീപനം, അതെല്ലാം നമ്മൾ സ്വീകരിക്കുക. പലപ്പോഴും പ്രവാചകന്റെ വചനങ്ങൾ നിഷേധിക്കുകയും സ്വഹാബത്തിന്റെ ജീവിതശൈലി നിഷേധിക്കുകയും ആധുനികരെ പിൻപറ്റുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ ഒരു 2 വരികളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിത്തിബാഇ മൻ ഖലഫ്. ഒരു വല്ലാത്തൊരു പരാമർശമാണ്. വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ്. എല്ലാ ഖൈറും കുടികൊള്ളുന്നത് സ്വഹാബത്തിനെ പിന്തുടരുന്നതിലാണ്, താബികളെ പിന്തുടരുന്നതിലാണ്. വകുല്ലു ശർരിൻ ഫിത്തിബാഇ മൻ ഖലഫ്. എല്ലാ ശർറും കുടികൊള്ളുന്നത് പിൽക്കാലക്കാരുടെ ഡയലോഗിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്ന് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സലഫികളെ സ്വീകരിക്കുന്നതിലാണ്, പൂർവികളെ പിൻപറ്റുന്നതിലാണ് എല്ലാ ഖൈറും കുടികൊള്ളുന്നത്. അവരെ നിരാകരിക്കുന്നിടത്താണ് എല്ലാ നഷ്ടവും എന്ന് പറയുന്നു. ഇപ്പൊ ജീവിതത്തിൽ ഉടനീളം ആ സ്വഹാബത്ത് എങ്ങനെ ജീവിച്ചു എന്ന് പഠിക്കുകയും, ഈ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ഫളായിലെ സ്വഹാബ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. 2000 സ്വഹാബിമാരെ കുറിച്ചാണ് ആ ബുക്ക്. അതിലൊരുപാട് ഹദീസുകളും ആയത്തുകളും ചരിത്രവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഫളായിലെ സ്വഹാബ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെതാണ്. 2000-ഓളം സ്വഹാബിമാരുടെ ചരിത്രം അതിലുണ്ട്. അത് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പല കാലങ്ങളിലും പല ലോകങ്ങളിലും അതിന് പരിഭാഷയുണ്ട്, പല ഭാഷകളിലുമുണ്ട്. വായിക്കാനും പഠിക്കാനും കഴിയുന്നവർ ആ ഏറ്റവും ഉന്നതരായ ജനതയെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഈ ക്ലാസ് ഉപകാരദായകമായി ഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട്, എല്ലാ ഖൈറും ബർക്കത്തും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, സമാധാന ചിത്തമായ ഒരു ജീവിതം നമുക്ക് ഏവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ദൂരീകരണം നൽകുമാറാകട്ടെ. ഒരാളുടെ മുമ്പിലും 10 രൂപക്ക് കൈനീട്ടുന്നൊരവസ്ഥ ഒരാൾക്കും ഉണ്ടാകാതെ അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ കൈനീട്ടുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ശർറിനെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.